വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിൽ ഒക്ടോബർ 13-ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി തുടക്കം കുറിക്കും. ബിഷപ്പ് ലെഗേറ്റ് എം എ ജോസ് ഇഞ്ചനാനിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 14 ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒക്ടോബർ 24-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. അതേസമയം സർക്കാർ അവഗണനകൾക്കും ഇരട്ടത്താപ്പിനും മറുപടി നൽകി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 13 മുതൽ 24 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ യാത്ര നടത്തും. ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന ജാഥ കാസർഗോഡ് ജില്ലയിലെ പത്തനടിയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് ലെഗേറ്റ് മാർ റെമഞ്ചിയോസ് ഇഞ്ചനാനിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ജാഥ കടന്നുവരുന്ന സ്ഥലങ്ങളിൽ വിവിധ രൂപതാധ്യക്ഷന്മാർ, സമുദായ സാമൂഹ്യ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി മതേതരത്വവും രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കുക, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക, വന്യമൃഗ ശല്യവും ഭൂപ്രശ്നങ്ങളും അവസാനിപ്പിക്കുക, റബ്ബർ, നെല്ല് ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് പരിഹാരം കാണുക, വിദ്യാഭ്യാസ ന്യൂനപക്ഷ രംഗങ്ങളിലെ അവഗണനകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ രൂപത ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന ജാഥയ്ക്ക് 14 ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ നൽകും. ഒക്ടോബർ 24-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന വമ്പിച്ച പ്രകടനത്തോടെ ജാഥ സമാപിക്കും. അതേസമയം ജനകീയ ആവശ്യങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന അവഗണനകളും ഇരട്ടത്താപ്പും അംഗീകരിക്കാനാവില്ലെന്നും നാളുകളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ നിലപാട് എടുക്കുവാനും നിർബന്ധിതരാകുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം പ്രസ്താവിച്ചു. ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ, ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, ഭാരവാഹികളായ ഡോക്ടർ KM ഫ്രാൻസിസ്, ബെന്നി ആന്റണി, ട്രീസാലിസ് സെബാസ്റ്റ്യൻ, രാജേഷ് ജോൺ, ജോർജ് കോയിക്കൽ, ബിജു സെബാസ്റ്റ്യൻ, ഫിലിപ്പ് വെളിയത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് ക്രമീകരണങ്ങൾ നടന്നുവരുന്നതായും സംഘാടന സമിതി അറിയിച്ചു. ഷെക്കന ന്യൂസ്, കോട്ടയം.